ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മഷ്റൂം പനീർ മിക്സ് ചില്ലി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വേണ്ടിയിട്ട് 250 ഗ്രാം പനീർ, 200 ഗ്രാം മഷ്റൂമിന് അടുത്തിന്. അതിനൊരു മുട്ട ഒഴിക്കണം. പിന്നെ 3 സ്പൂണ് കോൺഫ്ലവർ ഇടണം, 1 സ്പൂൺ മൈദപ്പൊടി, പിന്നെ ചില്ലി പൗഡർ ഇടണം, ഉപ്പിടണം ആവശ്യത്തിന്, കുരുമുളക് പൊടി ഇടണം 1 സ്പൂണ്. അതിനിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിന് 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കണം ഒരു സൈഡിൽ. പിന്നെ എണ്ണ കായ്ക്കാൻ വെച്ചിട്ട് എണ്ണക്ക് ഇതേമാതിരി അങ്ങനെ കായ്ക്കാനിടുന്നത് കൂട്ടിയിടാൻ പാടില്ല. ഒന്നാക്കിയിട്ട് ഇങ്ങനെ ഇടണം. പിന്നെ ഇളക്കിയിട്ട് കൊടുക്കണം. മീത്തങ്ങ് താഴേക്കാക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്താൽ പിന്നെ ഈ കളറായി പിന്നെ കോരി എടുക്കണം. പിന്നെ ഇല്ല, ഞാനൊരു എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കടായിന്ന് ഈജിപ്തായിട്ടുള്ള അതൊരു ജഗ് ടൈപ്പ്. അതിൻ്റെ മുകളിലേക്ക് ജാലിയുള്ളത്. ഈ ഞമ്മ ഈ കടായിന്നല്ലോ എണ്ണല്ലോ ഈ കച്ചറെല്ലാം ബീന്നേരം ഞമ്മ കായ്ച്ചിട്ട് എടുത്താൽ അതിന് ഇതേമാതിരി ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കണം. കച്ചറ മുകളിൽ ബാക്കിയാവും. ഇതിൽക്ക് മൂടുണ്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള. പിന്നെ ഞാൻ അതേ ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചില്ലി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. വെളുത്തുള്ളി കൂടുതലായിട്ട് കുറച്ചിടണം. 3 ഉള്ളി ഇടണം. അതിന് വലിയ കഷ്ണാക്കിയിട്ട് ഇടണം. പിന്നെ ക്യാപ്സിക്കം ഇല്ലേ 2 എടുത്തിന് അതിന് കുറച്ച് ഇത്ര ഈ ടൈപ്പിൽ മുറിച്ചിട്ട് എടുക്കണം. പിന്നെ അജിനോമോട്ടോ 1/2 സ്പൂൺ ഇട്ട് ഇത് നമ്മൾ കോയിൻ്റെ ചില്ലി ആക്കിയിട്ട് എടുക്കുന്നില്ല, അതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട്, പിന്നെ സോയ സോസ് ഇല്ലാതെ 1 സ്പൂൺ ഇട്ട്, വിനെഗർ ഇട്ട് 1 സ്പൂണ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ് 1 സ്പൂൺ ഇടണം, റെഡ് ചില്ലി സോസ് 1 സ്പൂൺ ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. അതിന് ഒരു സൈഡിൽ ഞാൻ മഷ്റൂമും പനീറും മിക്സ് ചെയ്ത് കഴിച്ചിട്ട് എടുത്തിട്ട് അതിന് ഇതിലേക്ക് ഇടണം. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് കോയിൻ്റെ ചില്ലി കണക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ. കോയിൻ്റെ ചില്ലി കഴിക്കുമ്പോൾ തന്നെ. പിന്നെ 2 സ്പൂൺ ഞാൻ കോൺഫ്ലവർ തന്നെ അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇടണം. ഇതേ കറിക്കകത്ത് വയ്ക്കണം. കൂടുതൽ കഴിക്കുന്നവരുണ്ടെങ്കിൽ 2 സ്പൂണില്ലേ കാശ്മീരി ചില്ലി മുളക് ഇടണം. കളറിനും നല്ലത്, എരിവിനും നല്ലത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ 2 സ്പൂണ് ചില്ലി പൗഡർ ഇടണം. അതിനായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് കൊത്തമീർ മുകളിലേക്ക് ഇട്ടാൻ നമുക്ക് റെഡിയായി. നമുക്ക് പനീറില്ലേ സിംഗിളായിട്ട് ഉണ്ടാക്കാം, മഷ്റൂമായെങ്കിൽ സിംഗിളായിട്ട് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ കുറച്ചുണ്ടെങ്കിൽ ഞാൻ 2 മിക്സ് ആക്കി ഉണ്ടാക്കി. ഞാൻ മിഷോന്ന് പിളിപ്പിച്ചത് നല്ല ഈജിപ്പുള്ള സ്പൂണ്. നമുക്കറിയാമല്ലോ ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു സൈഡിൽ പ്ലേറ്റിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് വെക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂൺ ഓഫറിൽ കിട്ടിയത്.